വെൽക്കം ടു PSC ഇൻസ്പയർ. ഇന്നത്തെ വിഷയം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമായി തന്നെ കേരളത്തിൻ്റെ സ്ഥാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം തെക്ക് പടിഞ്ഞാറായിട്ടാണ് കേരളത്തിൻ്റെ സ്ഥാനം വരുന്നത്. അവിടെ കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. അതുപോലെ രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെ. വിസ്തീർണം 38,863 സ്ക്വയർ കിലോമീറ്റർ. അത് മൈൽസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15,005. വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം സംസ്ഥാനങ്ങൾക്കിടയിൽ 21ാമതാണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളമാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്ററാണ്. അതിർത്തികളെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൻ്റെ നോർത്ത് പൊസിഷനിൽ കർണാടക, നോർത്ത് ഈസ്റ്റും കർണാടകയാണ്. സൗത്ത് പൊസിഷനിൽ തമിഴ്നാട്, സൗത്ത് ഈസ്റ്റും തമിഴ്നാട് തന്നെയാണ്. ഇനി വെസ്റ്റ് ഭാഗത്ത് അറബിക്കടൽ, അറേബ്യൻ സീ ആണ്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, അതായത് ഈസ്റ്റ് സൈഡിലുള്ളത് സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമ മലനിരകളാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ തമിഴ്നാടാണ്. അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായുള്ള കടലാണ്. കേരളത്തിലെ ജില്ലകളിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ 3 കോട്ടയം, കോഴിക്കോട്, ആലപ്പുഴ. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്, താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. തിരുവനന്തപുരം, കാസർഗോഡ് എന്നീ ജില്ലകളാണ് കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതും സമുദ്രാതിർത്തി ഇല്ലാത്തതുമായ കേരളത്തിലെ ഒരു ജില്ല മാത്രമേ ഉള്ളൂ. അതാണ് കോട്ടയം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗവും 3 വശവും കണ്ണൂർ ജില്ലയാലും 1 വശം കോഴിക്കോട് ജില്ലയാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാഹി. ഭൂപ്രകൃതി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടെന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് മലനാട്. മലനാട് പ്രദേശങ്ങളുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 75 മീറ്ററിൽ കൂടുതലാണ്. കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ മേഖലയാണ് മലനാട്. കേരളത്തിലെ കൊടുമുടികളെല്ലാം കാണപ്പെടുന്ന മേഖലയും മലനാട് തന്നെയാണ്. ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഹിമാലയത്തിൻ്റെ തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. ആനമുടിയിൽ വെച്ചാണ് ആനമല, പളനിമല, ഏലിമല എന്നിവ സംഗമിക്കുന്നത്. ആനമുടിയുടെ വടക്ക് ഭാഗം ആനമല, ആനമുടിയുടെ വടക്ക് കിഴക്ക് പളനിമല, ആനമുടിയുടെ തെക്ക് ഭാഗം ഏലമല. നീലഗിരി എന്ന പ്രധാന സുഖവാസ കേന്ദ്രം ആനമലയുടെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. അതിൻ്റെ ഉയരം 1868 മീറ്ററാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യ വനം ബയോളജിക്കൽ പാർക്ക്. യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ഉൾപ്പെട്ട വർഷം 2016. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001. ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗം മലനാട്. മലനാടിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല.
ഇടുക്കിയിലാണ് 2640 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മീശപ്പുലിമല. മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് തേയില, കാപ്പി, ഏലം, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്. ഇനി അടുത്തത് ഇടനാട്. കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാട്. ഇടനാട് പ്രദേശങ്ങളുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 7.5 മുതൽ 75 മീറ്റർ വരെയാണ്. കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകളാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണ്. കേരളത്തിൽ 65% കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയാണ് റബ്ബർ. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് അടുത്ത് ഏന്തയാറിലാണ് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്. പ്രധാന കാർഷിക വിളകൾ നെല്ല്, വാഴ, മരിച്ചീനി, കുരുമുളക്, അടയ്ക്ക, റബ്ബർ, തെങ്ങ്, കശുവണ്ടി, ഗ്രാമ്പു. തീരപ്രദേശം. കേരളത്തിൽ ഏറ്റവും കുറച്ച് കാണപ്പെടുന്ന ഭൂവിഭാഗമാണിത്. 10% മാത്രമേ തീരപ്രദേശമുള്ളൂ. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അറബിക്കടലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ചാകര. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ല്, തെങ്ങ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കുറവ് കടൽ തീരമുള്ളത് കൊല്ലം. കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത്. കേരളത്തിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനേറ്റ്, മോണോസൈറ്റ് എന്നിവ. കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. ആലപ്പുഴ ബീച്ചാണ് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചെന്ന് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോളനിലകൾ. കോൾനിലകൾ സമുദ്രനിരപ്പിൽ നിന്ന് 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കോൾനിലകൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശ്ശൂർ, മലപ്പുറം. കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകൾ. 1956 കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5 ആണ്. ഇപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. വിസ്തീർണം 38,863 സ്ക്വയർ കിലോമീറ്റർ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. ജനസാന്ദ്രത 860. സാക്ഷരതാ നിരക്ക് 93.91%. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ ദശാബ്ദ ജനസംഖ്യാ വളർച്ച നിരക്ക് 4.91%. ബ്ലോക്ക് പഞ്ചായത്ത് 182. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. റവന്യൂ ഡിവിഷനുകൾ 27. താലൂക്ക് 77. കോർപ്പറേഷൻ 6. 87 നഗരസഭകൾ. റവന്യൂ വില്ലേജുകളുടെ എണ്ണം 1535. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം 1209. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41. കായലുകളുടെ എണ്ണം 34. കേരളത്തിന് ലഭിക്കുന്ന ശരാശരി മഴ 300 സെൻറ്റിമീറ്ററാണ്. നിയമസഭാ അംഗങ്ങൾ 140. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. കേരള നിയമസഭയിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14.
ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2. ആലത്തൂർ, മാവേലിക്കര. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്, 244 കിലോമീറ്ററാണ്. നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. കേരളത്തിൽ നിന്നുള്ള പട്ടികവർഗ സംവരണ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 2. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ഉം ജനസംഖ്യയിൽ സ്ഥാനം 13ഉമാണ്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ 20. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ 9. കേരളത്തിൻ്റെ ഔദ്യോഗിക തവള പാതാളത്തവള. സംസ്ഥാന ശലഭം ബുദ്ധമയൂരി, ബട്ടർഫ്ലൈ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക ഫലം ചക്ക. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷ പ്രതിജ്ഞയായി അംഗീകരിച്ചത് ആരുടെ വരികളാണ്? MT വാസുദേവൻ. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ചെറുത് ആലപ്പുഴ. ഔദ്യോഗിക മൃഗം ആന. പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. പുഷ്പം പറയുകയാണെങ്കിൽ കണിക്കൊന്ന. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, 2695 മീറ്ററാണ്. ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല, 2640 മീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ കോന്നി. അതുപോലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നിയാണ്. തീരദേശത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. പട്ടികജാതി നിരക്ക് കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂറാണ്. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനം? 2.76%. കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം 1084/1000. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ്, ഇടുക്കിയിലാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല പാലക്കാട്. അപ്പോൾ അതുപോലെ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലം, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. കേരളത്തിലെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി.